വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. ഇനിയും വീട് ആവശ്യമുള്ളവർക്കായി ലൈഫ് മിഷൻ 2 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരുന്ന 5 വർഷത്തിനുള്ളിൽ കേവല ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുളപ്പാലിൽ നടന്ന അഞ്ചരക്കണ്ടി നോർത്ത് ലോക്കൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാവങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിജ്ഞാന വിസ്ഫോടനം നടത്തുക, ഇതിൻ്റെ എല്ലാം ഭാഗമാകാൻ കേരളത്തിന് കഴിയണം. ഇതാണ് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ യുവത ഇത്തരമൊരു നാട് രൂപം കൊള്ളണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊരു നാടാക്കി മാറ്റാൻ കേരളത്തെ കഴിയുമോ? ആ കാര്യത്തിൽ ഇപ്പോഴ് ഈ 10 വർഷക്കാലത്തെ അനുഭവത്തിൽ ജനങ്ങളെല്ലാം ശുഭാപ്തി വിശ്വാസത്തില്ല. കാരണം നമ്മൾ ശരിയായ പന്ഥാവിലാണ്, നമുക്കത് കഴിയും എന്നാണ് ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. പെൻഷൻ ഇനിയും കാലാനുസൃതമായി പരിഷ്കരിക്കും. കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെന്റ് കേരളത്തോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് ഒരക്ഷരം എതിർക്കുന്നതിനു പകരം കേരളം തകരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ നമുക്ക് തകരാൻ പറ്റില്ലായിരുന്നു. അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ അതിജീവിച്ചു. കഴിഞ്ഞ 10 വർഷവും സർക്കാർ ജനങ്ങളോട് ചേർന്ന് നിന്ന് അവർക്കു വേണ്ടി പ്രവർത്തിച്ചു. ജനങ്ങൾ തങ്ങളോടൊപ്പം നിന്നു. നമ്മുടെ അതിജീവനം കേരളം അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇനിയും LDF സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും പിണറായി പറഞ്ഞു. കോൺഗ്രസും UDF ഫലത്തിൽ BJP ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ, കേരളത്തെ തകർക്കാനുള്ള നടപടികൾ, അതിനെതിരെ ഒരു അക്ഷരം സംസാരിച്ചില്ല. പാർലമെന്റിൽ നിലനിരയായി ഇരിക്കുന്ന UDF എംപിമാർ ഒരാൾ പോലും BJP ഗവൺമെന്റ് വിമർശിച്ചില്ല. അവർക്കപ്പോഴെല്ലാം താല്പര്യം കേരളത്തെയും കേരള ഗവൺമെന്റിനെയും വിമർശിക്കലേ. ചുരുക്കത്തിൽ കേരളം തകരട്ടെ എന്ന സമീപനം BJP, കോൺഗ്രസ്, UDF എല്ലാം ഒരേപോലെ പോയി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശി, CPI നേതാവ് CN ചന്ദ്രൻ, CPM അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി K. ബാബുരാജ്, ഏരിയ കമ്മിറ്റി അംഗം P. ഭാസ്കരൻ, V. സുരേഷൻ, K. രാജൻ തുടങ്ങിയ വിവിധ നേതാക്കൾ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി. അതേ മാഷെ, കണാരിൽ നിന്ന്. മാഷ് കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.